നമസ്കാരം എല്ലാ കുട്ടികൾക്കും സൂപ്പർ സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി ഒരു അടിപൊളി ക്വസ്റ്റനാണ്. ഈ അടിപൊളി ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണ കുട്ടികളാരും ചെയ്യാറില്ല. ഇതിപ്പോൾ ഈയിടെ എക്സാമിന് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വന്ന എക്സാമിന് വന്നതുമാണ്. എൻ്റെ നോട്ടത്തിൽ ഒരു 100-ൽ ഒരാൾ പോലും അല്ലെങ്കിൽ അത്രയും ചെയ്യാൻ സാധ്യതയില്ല. കാരണം അത് ചെയ്ത് കാണത്തില്ല. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത് ഇത്തിരി ടഫായിട്ടുള്ള ക്വസ്റ്റൻ. 2, സിലബസിലില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ ഇത് എക്സാമിന് എങ്ങനെ വന്നു എന്നുള്ളത് ആർക്കുമേ പിടിയില്ല. നിങ്ങളതുകൊണ്ട് സൂക്ഷിച്ചോണം. ഇപ്പോൾ എക്സാമിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ സ്കൂളുകളിലും യൂണിറ്റ് ടെസ്റ്റുകൾക്കൊക്കെ ഇത് വരുന്നുണ്ട്. ഇത് 2 എക്സാമിന് വരും. 2 പറഞ്ഞാൽ ഒന്ന് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനുള്ളിൽ ഈ ക്വസ്റ്റൻ വരും. അന്നേരം എന്ന് റൈറ്റ് ഇൻ സിംപ്ലസ്റ്റ് ഫോം എന്ന ഏറ്റവും ചെറിയ രൂപം ആക്കുക, ഇതിനെ ഏറ്റവും കുഞ്ഞതാക്കുക. ഓക്കെ, 2 ഡെറിവേറ്റീവിനുള്ളിൽ വരും. ഓക്കെ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എന്ന് ചോദിക്കും. 2 ഒരേ വഴി തന്നെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. ഒരെണ്ണം നമുക്ക് 1 കിലോമീറ്ററിന് മുമ്പ് നിർത്തുക, മറ്റേത് 1 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് ആവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഏകദേശം 90% സെയിം സ്റ്റെപ്സാണ്. ലാസ്റ്റിൽ ഒരു സ്റ്റെപ്പ് കൂടെ ഡെറിവേറ്റീവിന് വരും. പക്ഷേ ഇൻവേഴ്സിൻ്റെ ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം ആകുമ്പോൾ തൊട്ട് മുമ്പ് കൊണ്ട് നിർത്താം. അതാണ് ഇപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഡെറിവേറ്റീവിലോട്ട് വേണം കാണിക്കാം ലാസ്റ്റിൽ. ഓക്കെ, അടിപൊളിയായിട്ട് പഠിച്ചാണ്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ വരും. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. മാത്സിനെ ഏറ്റവും സിമ്പിളായിട്ട് സൂപ്പറായിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലാക്കി ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ, നോട്ട്സുകൾ, ഇക്വേഷൻ ബുക്കിലെറ്റ്, ക്വസ്റ്റ്യൻ പാക്കേജ് എല്ലാം തന്നു. ഓക്കെ, ഒത്തിരി കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഒത്തിരി കുട്ടികളെ പഠിപ്പിച്ചിറക്കി അവർക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ എല്ലാവരും വായിക്കുക. റൈറ്റ് ഇൻ സിംപ്ലസ്റ്റ് ഫോം tan base root of 1 plus x square minus 1 whole divided by x. ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ പറയാം. tan base root of 1 plus x square minus 1 പുറത്താണ്, റൂട്ടിനുള്ളിലല്ല, പുറത്താണ് കേട്ടോ. റൂട്ടിനുള്ളിൽ 1 plus x square ഉള്ളൂ, whole divided by x. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെ പ്ലേസിലുണ്ടല്ലോ ഒരു സബ്സ്റ്റിറ്റ്യൂഷനെ കൊടുക്കുക എന്നുള്ളതാണ്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് ആരാണെന്നും കൊടുത്ത ശേഷം ചെയ്യുന്ന ആ സ്റ്റെപ്സുകൾ അവിടെയാണ് പ്രശ്നം. ഓക്കെ, ഈ റൂട്ടിനുള്ളിൽ 1 plus x square, 1 മൈനസ് അല്ല, 1 മൈനസ് ആയ വേറെ ആളാണ്, 1 plus x square ആയതുകൊണ്ട് എക്സിന് നമ്മൾ കൊടുക്കേണ്ടത് tan θ എന്നാണ്. മറന്നുപോയാൽ കഴിഞ്ഞു. ഇപ്പോൾ എക്സ് എത്രയാണ്? tan θ. അവിടെ നിന്ന് നമ്മൾ ഈ തീറ്റയെ കണ്ടുപിടിക്കുന്നത്. തീറ്റ എന്ന് പറയുമ്പോൾ ടാൻ ഇപ്പുറത്ത് വന്ന് ടാൻ ഇൻവേഴ്സ് എക്സ് ആവും. അപ്പം നമുക്ക് തീറ്റ ഈക്വൽ ടു ആരെന്ന് കിട്ടി? ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, അപ്പോൾ പുട്ട് എക്സ് tan θ ആൻഡ് തീറ്റ എത്ര കിട്ടി? ടാൻ ഇൻവേഴ്സ് എക്സ്. Therefore ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു വരുവാണ്. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ്. ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ചോണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് കേട്ടോ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ എക്സ് ആണ് 2 ഞാൻ ടാൻ തീറ്റ. അപ്പോൾ ഈ എക്സ് സ്ക്വയർ എന്നുള്ളത് ടാൻ സ്ക്വയർ ആവും. എക്സ് ടാൻ ആവുമ്പോൾ എക്സ് സ്ക്വയർ ആരാവും? ടാൻ സ്ക്വയർ ആവും. അത്രയേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ. ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ അല്ലേ മോനെ? എല്ലാവരും നോക്കിക്കേ. എക്സ് കാണുന്നത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ 2 എക്സുകളും ടാൻ തീറ്റയായി. ഇവിടെ എക്സ് സ്ക്വയർ ഉള്ളതുകൊണ്ട് ടാൻ സ്ക്വയർ, വെറും എക്സ് ഉള്ളത് വെറും ടാൻ. ഇനി മുന്നോട്ട് പോകാൻ നിങ്ങളിത് വായിക്കുമ്പോൾ എന്തെങ്കിലും പരിചയമുള്ള ആളെ കാണുന്നുണ്ടോ നോക്കിക്കേ. ഈ ഇത്രയും ആൾക്കൂട്ടത്തിൽ അയ്യോ എനിക്കറിയാവുന്ന ഒരാളുണ്ടല്ലോ എന്ന് തോന്നുന്നവരെല്ലാം ഉണ്ടോ നോക്ക്. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പറയും. ഇല്ലായിരിക്കും അല്ലേ? കാണുന്നില്ല. ഓക്കെ, ഞാനിവിടെ എഴുതുമ്പോൾ നോക്ക്. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ചിലപ്പോൾ മനസ്സിൽ പറഞ്ഞു കാണും. അത് കുറച്ച് പേരെ കാണത്തുള്ളൂ. മിക്കവരും അതും അറിയാൻ വയ്യാത്തവരുണ്ട്. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ തീറ്റ എന്നാണ് മോനെ. 6 സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പോൾ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റയുടെ ഈ പ്ലേസിൽ ഇത്രയും പകരം 6 സ്ക്വയർ തീറ്റ. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് 6 സ്ക്വയർ തീറ്റ മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ. അപ്പോൾ ഈ 6 സ്ക്വയർ തീറ്റ എന്നൊക്കെ എഴുതുന്നതിൻ്റെ പ്രയോജനം എന്തോ മോനെ? റൂട്ടിൽ നിന്ന് പൊട്ടിച്ചേർത്ത് പുറത്ത് വരണം. 6 സ്ക്വയർ തീറ്റ റൂട്ടിനുള്ളിലാണ്. റൂട്ടിനുള്ളിൽ 6 സ്ക്വയർ വന്നാൽ പുറത്ത് സി അറിയാമല്ലോ. റൂട്ടിനുള്ളിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ വന്നെങ്കിലല്ലേ റൂട്ടിൽ നിന്ന് പുറത്തോട്ട് വരത്തുള്ളൂ. ഇപ്പം 9 നമുക്കറിയാം 3 സ്ക്വയർ ആണെന്ന് 9, അതുകൊണ്ടാണ് 3 എന്നും ആൻസർ എഴുതുന്നത് അല്ലേ. ഇപ്പോൾ റൂട്ട് ഓഫ് 25 അത് 5 സ്ക്വയർ. 25 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയറാണ്. അങ്ങനെ പുറത്ത് 5 വരുന്നത്. അപ്പോൾ റൂട്ടിനുള്ളിൽ 6 സ്ക്വയർ വന്നാൽ ഈ റൂട്ടും സ്ക്വയറും നമ്മൾ ക്യാൻസൽ ആവും. ബാക്കി sec തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് sec തീറ്റ. ഓക്കെ ആണ് മോനെ? sec തീറ്റ മൈനസ് 1 ഹോൾ ഡിവൈഡ് ബൈ ടാൻ തീറ്റ. അപ്പോൾ നമ്മൾ ഒരു ജോലി കഴിഞ്ഞ് റൂട്ടിൽ നിന്ന് പുറത്ത് വരച്ചു.
ഇതുകൊണ്ടൊന്നും തീരുന്നില്ല, ഇനിയും മുന്നോട്ട് ഇത്തിരിയൂടെ യാത്ര ചെയ്യാനുണ്ട്. ഈ സീക്കും ടാനും കിടക്കുന്നുണ്ടോ? ഇനി ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും അറിയാമോ? സിംപ്ലസ്റ്റ് ഫോം ആക്കുക എന്ന് പറഞ്ഞാൽ പുറത്ത് ഏത് ഇൻവേഴ്സാണ് മോനെ? ടാൻ ഇൻവേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഈ ബ്രാക്കറ്റിനുള്ളിൽ ടാൻ എന്ന് വായിക്കണം. ഇങ്ങനെ ടാൻ ഇൻവേഴ്സ് ടാൻ എന്ന് വന്നേരെ പ്രയോജനമുള്ളൂ. ടാൻ ഇൻവേഴ്സ് ആണ് ക്വസ്റ്റ്യനെങ്കിൽ അകത്ത് കിടക്കുന്ന ഫുള്ളിനെയും ടാൻ ഓഫ് എന്ന് വായിക്കണം. ഇവിടെ ആരെങ്കിലും ആയിക്കോട്ടെ, അതിന് എഴുതുന്നില്ല. ടാൻ ഇൻവേഴ്സ് കണ്ടാൽ അകത്ത് ടാൻ എന്ന് വായിക്കണം. എന്നെങ്കിലേ ഇത് രണ്ടുകൂടെ വെട്ടിപ്പോയി ഇവിടെ എഴുതുന്ന ആളെ പുറത്തോട്ട് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ സിംപ്ലസ്റ്റ് ഫോം ആവുന്നത്. അപ്പോൾ ഞാൻ ഈ അകത്ത് കിടക്കുന്നതിന് ഇങ്ങനെ ടാനിലാക്കാൻ വേണ്ടി വരെ ഇപ്പോൾ ഇതൊന്നും ടാനിലായിട്ടില്ല, ഇപ്പോൾ ആക്കും കേട്ടോ, കണ്ടോണം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സീക്ക് തീറ്റ. എന്ത് ചെയ്യാൻ പറ്റും സീക്ക് തീറ്റ? സീക്ക് തീറ്റ എന്നൊരാൾ പറഞ്ഞാൽ അതിനൊന്ന് മാറ്റിയെന്ന് പറയാൻ പറഞ്ഞാൽ സീക്ക് തീറ്റയ്ക്ക് പകരം എഴുതാൻ പറ്റുന്ന ആൾ. ഓക്കെ, അതാണ് 1/cos തീറ്റ എന്നാണ് കേട്ടോ. -1 അതേപോലെ എഴുതും. അപ്പോൾ സീക്കിന് പകരം 1/cos, ടാനിന് പകരം sin/cos, അത്രയേ ഉള്ളൂ. sin തീറ്റ ഡിവൈഡഡ് ബൈ cos തീറ്റ. ഓക്കെ, ഇതൊക്കെ എഴുതുമ്പോൾ ഇതൊക്കെ എഴുതാനാണ് പാട്. എഴുതിയാലും മനസ്സിലാകത്തില്ല. ഇങ്ങനെയൊക്കെ ഓർക്കണമല്ലോ. ഇവിടെ വരുമ്പോൾ സീക്ക് 1/cos, ടാൻ sin/cos എന്നൊക്കെ ഓർക്കണം. ഇത്തിരി പാട് തന്നെയാണ്, ഞാൻ പറയുന്നില്ല ഈസി ആണെന്നൊന്നും. ഓക്കെ, ഇനി ഇവിടുത്തെ ഈ 1നെ നമ്മൾ 1/1 എന്ന് എഴുതിക്കൊണ്ട് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ LCM കേട്ടോ. അപ്പോൾ എങ്ങനെയാ പറഞ്ഞാൽ 1 × 1 1 മൈനസ് cos തീറ്റ × 1 cos തീറ്റ ഡിവൈഡഡ് ബൈ cos തീറ്റ × 1 cos തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ sin തീറ്റ ബൈ കോസിൻ്റെ സെയിം, വ്യത്യാസമൊന്നുമില്ല. sin തീറ്റ ഡിവൈഡഡ് ബൈ ആരാമോനെ cos തീറ്റ. അങ്ങനെ വരുമ്പോൾ തന്നെ ഇതൊരു ഫ്രാക്ഷനാണ്, ഇതൊരു ഫ്രാക്ഷനാണ് കേട്ടോ. ഈ ഫ്രാക്ഷൻ്റെ ഡിനോട്ടർ കോസ് തീറ്റ, ഈ ഫ്രാക്ഷൻ്റെ ഡിനോട്ടർ കോസ് തീറ്റ കോമൺ ഡിനോമിനേറ്റേഴ്സിനെ ക്യാൻസലാക്കി കളയാം. ഓക്കെ, അവിടം വരെ എത്തി കണ്ടോ. കോസ് തീറ്റ ഇവിടെ വെച്ച് നമുക്ക് വെട്ടാൻ പറ്റത്തില്ല, ഇതൊക്കെ കോമൺ ആയിട്ടില്ല. ഇത് കണ്ടോ 1/cos തീറ്റ ഇതിൻ്റെ താഴെ ആയിട്ടില്ല, ഇതിന് മാത്രമേ ആയുള്ളൂ. ഹോൾ ഡിവൈഡഡ് ബൈ ആകാതെ വെട്ടിക്കളയാൻ പറ്റില്ല. അപ്പോൾ അതിനാണ് LCM ഒക്കെ എടുത്ത് ഹോൾ ഡിവൈഡ് ബൈ cos തീറ്റ, ഹോൾ ഡിവൈഡ് ബൈ cos തീറ്റ ക്യാൻസൽ. ബാക്കി റിമൈനിങ് ടേംസ് ടാൻ ഇൻവേഴ്സ്. ബാക്കി ആരൊക്കെ ഉണ്ട് മോനെ? ഇവിടെ ഒരു 1 - cos തീറ്റ ഉണ്ട് അല്ലേ. ഇവിടെ ആരുണ്ട് മോനെ? sin തീറ്റയുണ്ട്. അവിടെയാണ് അടുത്ത പ്രശ്നം. 1 - cos തീറ്റ 1 - cos തീറ്റ എന്ന് കണ്ടാൽ അത് 2 sin² θ/2 എന്ന് കേട്ടോ. ഇങ്ങനെയാണ്. ഇപ്പം എന്ത് ചെയ്യാൻ, ഇതൊക്കെ നമ്മൾ +1 പഠിക്കേണ്ടതാണ്, പക്ഷെ ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഓർക്കുന്നില്ല. അപ്പോൾ 1 - cos തീറ്റ ക്യാൻ ബി റിട്ടൺ ആസ് 2 sin² θ/2 ആൻഡ് ഡിനോമിനേറ്റർ ഇസ് വെറും sin തീറ്റ. ഈ വെറും sin തീറ്റ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്നുള്ളത് ഒന്ന് കണ്ടോ മോനെ. ഈ വെറും sin തീറ്റയെ 2 sin θ/2 cos θ/2 എന്ന് എഴുതാം കേട്ടോ. sin 2a ഉണ്ടല്ലോ, sin 2x അവിടെ നിന്നും ഫോം ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണാതെ പഠിക്കുക. 1 - cos തീറ്റ 2 sin² θ/2 ആൻഡ് വെറും sin തീറ്റ ക്യാൻ ബി 2 sin θ/2 cos θ/2. കുറേ പേരൊക്കെ വെട്ടിപ്പോകും, 2 വെട്ടിപ്പോയി. പിന്നെ ഇവിടെ sin² ഒരു സൈൻ, നമ്മൾ a² എയും മണ്ടയ്ക്ക് a², താഴെ a, ഒരു a വെട്ടുകളെത്തില്ല, അതേപോലെ ഒരു സൈൻ വെട്ടിപ്പോകും. ഓക്കെ, ബാക്കി ആരൊക്കെയാണ് നോക്കിക്കാൻ മോനെ? ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്. ബാക്കി ഒരു sin θ/2 മണ്ടയ്ക്കുണ്ട് മോനെ, sin θ/2 ഡിനോമിനേറ്ററിൽ cos θ/2. ഓ രക്ഷപ്പെട്ടു. നോക്കിക്കേ, ഒന്ന് ബ്രാക്കറ്റിൽ കിടക്കുന്ന ആളെ ഒന്ന് വായിച്ച് നോക്കിക്കേ. sin θ/2 ഡിവൈഡഡ് ബൈ cos θ/2 sin/cos ടാൻ, അത്രയേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ടാൻ θ/2 എന്ന് കണ്ടോ. അങ്ങനെ നമ്മൾ ഉദ്ദേശം സാധീകരിച്ച് നോക്കിക്കേ. ടാൻ ബേസിനുള്ള ടാൻ വന്നു. ടാൻ ബേസിനുള്ള ടാൻ വന്നാൽ അകത്ത് കിടക്കുന്നതിൻ്റെ ആ ടാൻ കഴിഞ്ഞ് കിടക്കുന്ന ആളെ മാത്രം എഴുതിയാൽ ഇത് പുറത്തോട്ട്. ഇവിടെ മാത്രം വരുന്നപ്പോൾ എത്ര? θ/2. ഓക്കെ, ആൻസർ ആരായി? θ/2. തീറ്റ ഇവിടെ ആരാമല്ലോ? തീറ്റ നോക്കിക്ക് ഇവിടെ എന്തായിരുന്നു? ടാൻ ഇൻവേഴ്സ് x. അപ്പോൾ θ/2 എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് x ഹോൾ ബൈ 2. ഇതാണ് നമ്മുടെ ആൻസർ. അയ്യോ, ഇതാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഈ റീസെൻ്റായിട്ട് ചോദിച്ച ആർക്കാണെന്ന് അറിയാമോ? സേക്കാർക്ക് ചോദിച്ചതാണ് കേട്ടോ. എന്നാലും ചോദിക്കുക അവരിതെങ്ങനെ ചെയ്ത് കാണും, ചെയ്യാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ വലിയ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിന് ഈക്വലാണ് ടാൻ ഇൻവേഴ്സ് x ഹോൾ ബൈ 2. അതാണ് റൈറ്റിൻ്റെ ഏത് ഫോം? സിംപ്ലസ്റ്റ്. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവായി ചോദിച്ചെങ്കിൽ dy/dx ചോദിച്ചായിരുന്നുവെങ്കിൽ ടാൻ ഇൻവേഴ്സ് x ഹോൾ ബൈ 2 ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ബൈ 2 ഇല്ലെന്നൊന്ന് വിചാരിച്ചാൽ എന്താ പറയുക? വാട്ട് ഇസ് ടാൻ ഇൻവേഴ്സ് x? ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് x എന്ന് പറഞ്ഞാൽ 1/1 പ്ലസ് x². ഇതാണ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. പക്ഷേ ഇവിടെ ഒരു ബൈ 2 ഇല്ല മോനെ. ആ ബൈ 2നെ ഇങ്ങോട്ട് മാറ്റി അങ്ങ് എഴുതിയാൽ മതി. ദാറ്റ് ഈസ്
1/2 ഇൻറ്റു 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ഫൈനൽ ആൻസർ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം 1/2 ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ. ദിസ് ഈസ് എ ഫൈനൽ ആൻസർ. ഓക്കെ. അയ്യോ, അപ്പോൾ നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു. ഇഷ്ടപ്പെട്ടാൽ, മനസ്സിലായെങ്കിൽ എനിക്കറിയാൻ തരത്തോളം മനസ്സിലാകുന്നു കേട്ടോ. എന്നാലും ഇതൊരു നല്ല പണിയായിരുന്നല്ലോ ഇത്രയും ചെയ്യുക എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് പ്രയോജനം ഇത്തിരിയെങ്കിലും തോന്നിയാൽ ഉറപ്പായിട്ടും ഒരാളിലോട്ടൊന്ന് ഷെയർ ചെയ്തേക്കണം. ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഫുൾ ക്ലാസ് കിട്ടി ഫുൾ മാർക്ക് കിട്ടാൻ ജോയിൻ ചെയ്യുക. ഗുഡ് ബൈ.